ഈ ബഡ്ജറ്റ് രാജ്യത്തിന് ഒരു ഭാവി നൽകുന്നതോ ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നതോ അല്ല. തികച്ചും നിരാശാജനകമായ, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തന്നെ മുരടിപ്പ് സൃഷ്ടിക്കുന്ന ഒരു ബഡ്ജറ്റാണിത്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനല്ല, ജനങ്ങളുടെ മതവിശ്വാസത്തെയും ഈശ്വരവിശ്വാസത്തെയും ആരാധനകളെയും വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ മേലെ രാജ്യത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടും എന്ന് ധരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം ഉറപ്പിക്കാൻ കഴിയും, വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന തെറ്റായ ധാരണ വെച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ളൊരു പരിഹാസ ബഡ്ജറ്റായിട്ടാണ് ഈ കേന്ദ്ര ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ പരിഹസിക്കുന്നതിന് സമമാണ്. നിങ്ങളുടെ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യും?